അവളോട് ഞങ്ങൾ എല്ലാം പറഞ്ഞതല്ലേ. അവിടെ പോയി വഴക്കുണ്ടാക്കരുതെന്നൊന്നും പറ മോളെ. അങ്ങനെ എങ്ങാനും ചെയ്താ പിന്നെ എല്ലാം നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വരും മോളെ. അപ്പോഴും ജയിക്കുന്നത് അവളാണ്. പാതി സ്വത്ത് കണ്ണന് കിട്ടിയാലും അവിടെ രാജകുമാരിയെ പോലെ വാഴുന്നത് അവളായിരിക്കും. അത് നീ മറക്കണ്ട. ഡാ, ഇങ്ങേരെ അവിടെ പോയി അവനെ ചൊടിപ്പിച്ചാലേ നഷ്ടം മൊത്തം നിനക്കും ഇവൾക്കും ആയിരിക്കും. അത് മറക്കണ്ട. അച്ഛാ, എന്താ മോളെ? അച്ഛാ, അവിടെ പോയി വഴക്കുണ്ടാക്കി കഴിഞ്ഞാ ചിലപ്പോ പാർട്ടീഷൻ നടത്തേണ്ടി വരുമെന്നാ അമ്മ പറഞ്ഞത്. അങ്ങനെ വന്നാലേ ഈ തറവാടൊക്കെ ആരുടെ പേരിൽ പോകുമെന്ന് പറയാൻ പറ്റില്ല അച്ഛാ. എല്ലാം അർത്ഥം മുറിച്ച അവിടെ നേട്ടം അവക്കാം. അവളുടെ ഭർത്താവിന് വയ്യെങ്കിലും അയാൾക്കൊപ്പം പിന്നെ അവൾക്ക് സുഖിച്ച് ജീവിക്കാലോ. അത് മോള് പറഞ്ഞ ശരിയാ. കല്യാണം കഴിഞ്ഞെങ്കിലും അവർക്ക് കുട്ടികളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ ഇതെല്ലാം അനുഭവിക്കേണ്ടത് നീയും ഉണ്ണിയും പിന്നെ നിങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങളുമാ. പെങ്ങളൊരുത്തിയിട്ട് കല്യാണം കഴിഞ്ഞാൽ അവക്ക് എന്താ കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ അങ്ങ് കൊടുത്തു വിടുമല്ലോ. അതുകൊണ്ടേ തറവാട് അറുത്തു മുറിക്കാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് തന്നെയാ അച്ഛാ എന്റെ അഭിപ്രായം. എന്നാലും അവള് അയാൾക്കൊപ്പം കമ്പനിയിൽ പോയപ്പോ എന്റെ നെഞ്ച് തകർന്നു പോയി അച്ഛാ. അവള് മഹാറാണിയെ പോലെയല്ലേ അയാൾക്കൊപ്പം പോയത്. ഞാനേ ഒന്ന് കമലേശ്വരം ഫൈനാൻസ് വരെ ഒന്ന് പോട്ടെ, എന്നിട്ട് മഹാലക്ഷ്മി ഒന്ന് കാണട്ടെ. അവൾ ഈ വീട്ടിലെ മൂത്ത മരുമകളാ. എങ്കിലും നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങളില്ലേ, അത് പാലിക്കാൻ അവൾ ബാധ്യസ്ഥയാ. അതിനവക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനെപ്പറ്റി ബോധം വരുന്ന രീതിയിൽ അവളോട് സംസാരിച്ചേ പറ്റൂ. കണ്ണേട്ടന് മുന്നിൽ വെച്ച് സംസാരിക്കണ്ട. അയാള് നാട്ടുരാജാവിനെ പോലെയാ നടക്കുന്നത്. കാല് വയ്യാത്തവനാ നാട്ടുരാജാവ്. ഒരു ലോറി അപകടത്തിലാ അവനങ്ങ് ഇരുന്നു പോയത്. അന്ന് അവന്റെ അച്ഛനോടൊപ്പം അവനും അങ്ങ് പോയിരുന്നെങ്കിലേ ഈ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? ഓക്കെ സാർ. ബോറടിക്കുന്നുണ്ടോ? ഇല്ല, ഞാനിവിടെ ജോലി ചെയ്തോണ്ടിരിക്കുക. മഹിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഞാൻ കണ്ണേട്ടനെ നോക്കിക്കൊണ്ടിരിക്കല്ലേ, അതൊരു ജോലിയല്ലേ. അങ്ങനെ കണ്ണിന് നല്ലൊരു കാഴ്ചയാണോ ഞാൻ? എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ. അച്ഛനോ?
ഈ ക്യാബിനിലേക്ക് വരുന്നേനെ ഒരു മാനേഴ്സ് ഒക്കെ ഉണ്ട്. ഒന്ന് നോക്ക് ചെയ്തിട്ടൊക്കെ വരാം. എന്തോ? ഇത് വീടല്ല, എന്റെ ഓഫീസാണ്. അയ്യോ, ഇവിടേക്ക് ആര് വന്നാലും അത് മുൻകൂട്ടി അറിയിച്ചിട്ടാണ് വരാറ് പതിവ്. ആണോ? അതെനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇനി തെറ്റുപറ്റാതിരിക്കാൻ നോക്കാം. അച്ഛനെന്താ വന്നത്? എന്തിനാ വന്നോ? എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ഇവിടെ ഇരുന്ന് സംസാരിച്ചൂടെ? പറ്റില്ല. അച്ഛനും മോളും തമ്മിലുള്ള സംസാരത്തിനിടയിലെ ഭർത്താവാണെങ്കിലും കാഴ്ചക്കാരനായിട്ട് കേട്ട് നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാനിന്ന് പോയിട്ട് വരട്ടെ. അതെന്താണ് ചോദിക്കുന്നേ? നീ ഇന്നലെയല്ലേ കണ്ണനെ കണ്ടു തുടങ്ങിയത്? ഇത്രയും കാലം നിന്നെ ഈ പരുവത്തിലാക്കിയത് ഞാനല്ലേ? ചെല്. മാടി. എന്താ എന്താ നിന്റെ ഉദ്ദേശം? നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാച്ചാ. അകത്തിരിക്കുന്ന നിന്റെ കെട്ടിയവും കേൾക്കണ്ടെന്ന് വിചാരിച്ചാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. പക്ഷേ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയണം. അറിഞ്ഞേ പറ്റൂ. ഇവളെന്നെ അച്ഛാന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇവളുടെ രണ്ടാനച്ഛനാ. അത് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതല്ലേ. എന്റെ മോൾക്കൊരു കൂട്ടായിക്കോട്ടെ എന്ന് കരുതിയാ കമലേശ്വരത്തെ വയ്യാത്ത പയ്യനെ കൊണ്ട് ഇവളെ കെട്ടിച്ചു കൊടുത്തത്. എന്നിട്ടിപ്പോ കല്യാണം കഴിഞ്ഞപ്പോ ഇവള് സ്വന്തം നില പറഞ്ഞങ്ങ് സഞ്ചരിക്കുക. എന്റെ മോള് വീട്ടിനകത്തും ഇവിടെ കണ്ണേട്ടൻ പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നത്. അവൻ പറഞ്ഞ നീ വരുമോ? വരൂടി. നിന്നോട് ഞാനും എന്റെ അമ്മയും നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞതാ കണ്ണനെ നോക്കുന്നതിനോടൊപ്പം എന്റെ മോളെയും നോക്കണമെന്ന്. കണ്ണനെ വെച്ചു വിളമ്പാൻ മാത്രമല്ല നിന്നെ ഞാൻ അങ്ങോട്ട് കെട്ടിച്ചുവിട്ടത്. എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കണം. എന്റെ മോക്ക് മാത്രമല്ലടി, എന്റെ മരുമോനും. കല്യാണം കഴിഞ്ഞ എന്റെ ഭർത്താവ് പറയുന്നത് എനിക്ക് കേൾക്കേണ്ടി വരും. വീട് സാറേ, അല്ല എന്താ സാർ ഇത്? വേണ്ട സാർ, പ്ലീസ്. നീ ആരടാ? ഞാനിന്ന് ജോയിൻ ചെയ്തോളൂ സാർ. പിന്നെ ഇത് ഞങ്ങളുടെ MD-യുടെ വൈഫാണ്. അങ്ങനെയുള്ളപ്പോൾ മാഡത്തെ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾക്കത് നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. തൊഴിലാളി തൊഴിലാളിയുടെ സ്ഥാനത്ത് നിൽക്കണം. ഇവിടെ വളർത്തിയത് ഞാനാ. അതിന് നീ ഒന്നും ചോദ്യം ചെയ്യാൻ പറ്റണ്ട. ഈ ഓഫീസിൽ ആരും അത് തടുക്കാനും നോക്കണ്ട. അകത്തിരിക്കുന്ന കാല് വയ്യാത്തവനില്ലേ അവൻ പോലും. അച്ഛനൊന്ന് പോയേ. എന്റെ നേരെ നീ ആജ്ഞാപിക്കാൻ തുടങ്ങിയോ? കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ അനുസരിക്കേണ്ടത് അവരുടെ ഭർത്താക്കന്മാരെയാ. അങ്ങനെയാ ഞാൻ പഠിച്ചിരിക്കുന്നത്. നീ പഠിച്ച ആ പാഠമുണ്ടല്ലോ അതങ്ങും വെട്ടിക്കളഞ്ഞേക്ക്. അതിന് അടിവരെ ഇട്ടേക്ക്. ഇവിടെ ഞാൻ നിനക്ക് കല്യാണത്തിന് മുമ്പ് പറഞ്ഞു തന്ന പാഠങ്ങൾ നീ മനസ്സിനകത്ത് ഇട്ടുകൊണ്ട് നടന്നാ മതി. എന്റെ മോളുടെ കണ്ണീര് കണ്ടിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. നിനക്കറിയാലോ, നീ കരയുമ്പോഴും എന്റെ മോളെ ചിരിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. കുഞ്ഞുനാളിൽ നിന്നെ ഞാൻ തല്ലിയിട്ടുള്ളൂ.
അവളെ തലോടി എവിടെ എത്തിച്ചത്. ആ തലോടല് ഇനി നിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അല്ലെങ്കിൽ അറിയാലോ നിനക്കനെ, വയ്യാത്തവനൊരു പെൺതുണ, അത് മാത്രമാണ് നിന്റെ ഭാര്യ പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവൻ ഒരിക്കലും നിന്റെ ഭർത്താവാൻ കഴിയില്ല. ആ ബോധത്തോടെ നാളെ മുതൽ ഈ ഓഫീസിലേക്കുള്ള വരവ് നീ അങ്ങ് നിർത്തിക്കോ. അവൻ വിളിക്കും, നീ വരുന്നില്ല എന്ന് പറയും. പറഞ്ഞേ തീരൂ, മനസ്സിലായി? എന്റെ മുന്നിൽ ചൂട് നിന്നവള് കടുപ്പിച്ചിട്ടാണല്ലോ എന്നെ നോക്കുന്നേ. വേണ്ട കേട്ടോ. ലോറിയിൽ ലോഡ് കയറ്റാൻ മാത്രമല്ല, വളയം പിടിക്കുന്നു വിചാരിച്ചാലേ അതൊരാളുടെ ദേഹത്തൂടെ കയറ്റി ഇറക്കാനും മടിക്കില്ല. മനസ്സിൽ വെച്ചോ. ഓ, ഇത് വല്ലാത്തൊരു അവതാരമാണല്ലോ മാഡം. എന്താ അയാൾ സംസാരിച്ചത്? ഒന്നുമില്ല. അയാൾ ആരാ മഹാലക്ഷ്മിയുടെ? ചോദിച്ചിട്ടില്ലേ അയാൾ ആരാണെന്ന്? അച്ഛനാ. ആണോ? സ്വന്തം അച്ഛനാണോ? അറിയാലോ കണ്ണേട്ടനത്. അറിയാം. രണ്ടാനച്ഛൻ എന്നും ആദ്യ മകളുടെ സ്ഥാനമല്ല, രണ്ടാമത്തെ മകളുടെ സ്ഥാനം പോലും തന്നിട്ടില്ല, തരികയില്ല. സ്വന്തം വീടിനകത്ത് വെച്ച് അതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ഇപ്പൊ പിടിവിട്ട് കഴിഞ്ഞു. ഇന്ന് മഹാലക്ഷ്മി എന്റെ ഭാര്യയാണ്. നമ്മളെ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ മാത്രമേ നമ്മൾ തലതാഴ്ത്തി നിൽക്കേണ്ട കാര്യമുള്ളൂ. കൊല്ലാൻ ഘടാരമായി വരുന്ന ഒരു ഗുണ്ടയല്ല നമ്മൾ ഭയക്കേണ്ടത്. മറിച്ച് നമ്മളെ സ്നേഹം കൊണ്ട് മൂടുന്നൊരാൾ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോഴാ. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവനാ കരുത്തൻ, അല്ലാതെ ദൈവം നിന്ന കാണിക്കുന്നവനല്ല. അവനെ നന്ദി കെട്ടവനെന്നും ഭീരു എന്നേ വിളിക്കാൻ പറ്റൂ. അയാൾ കാരണം തന്റെ അമ്മ ഒരുപാട് കരഞ്ഞതല്ലേ? അതൊക്കെ താൻ കണ്ടതല്ലേ? അതുകൊണ്ടാണ് ഇനിയത് വേണ്ടാന്ന് പറഞ്ഞത്. അയാളുടെ പ്രകടനമൊക്കെ ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. നാളെ മുതൽ എനിക്കിപ്പോ ഇങ്ങോട്ട് വരണ്ടാന്ന് പറയാൻ അയാൾക്ക് എന്താ അധികാരമുള്ളത്? ഇതെന്റെ സ്ഥാപനമാണ്. ഇവിടെ ആരൊക്കെ വരണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഞാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്കൊപ്പം ഇവിടെ അധികാരമുള്ള ആളാ താൻ. അതുകൊണ്ട് എന്റെ ആബ്സെൻസിൽ ഈ കമ്പനി നോക്കേണ്ട ആളാണ് താൻ. എന്താ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ മഹിക്ക്? മനസ്സിലായി. എന്നാ താൻ തന്റെ ഇടമുള്ള പെൺകുട്ടികളെ പോലെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ നോക്ക്. എനിക്ക് തളർച്ചയുണ്ട്, പക്ഷെ അത് മനസ്സിനല്ല, ശരീരത്തിന്. എന്നാ മനസ്സും ശരീരവും ഒരുപോലെ തളരാത്ത മഹാലക്ഷ്മി എന്നെക്കാളും കരുത്തോടെ നിൽക്കണം. അപ്പോഴേ താനും ഞാനും ജയിക്കൂ.
ഇനി തന്നെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ തന്നെക്കാൾ നോവുന്നത് തന്റെ അമ്മയ്ക്ക് മാത്രമല്ല, എനിക്കും കൂടിയാ. ആ നൊമ്പരം മാറ്റാൻ എന്നെക്കൊണ്ട് എന്തൊക്കെ കഴിയോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. സാറേ, നിന്നെ ഞാൻ കമലേശ്വരം ഫൈനാൻസിയേഴ്സിലേക്ക് പറഞ്ഞു വിട്ടത് ആ കമ്പനി ആത്മാർത്ഥമായിട്ടങ്ങ് സേവിക്കാനല്ല. വഴിതെറ്റിയ ആ കമ്പനിയിൽ കടന്നു കൂടിയവളെ അവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കാനാ. ആൾ അടിപൊളിയാണല്ലോ സാറേ. അതെ, അവളുടെ സൗന്ദര്യ എനിക്ക് ശാപമായത്. എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പെൺകുട്ടിയെ എന്നെ കൈയുയർത്തി തല്ലിയിട്ടുള്ളൂ. അതവളാ. അന്നേ അവളെ ഞാൻ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക. അതിന്റെ ഇടയ്ക്കാ അവള് കണ്ണന്റെ ഭാര്യയായത്. നീ സുന്ദരനാണ്, സുമുഖനാണ്. ആ ആനുകൂല്യം മുതലാക്കി നീ അവളെ പ്രേമിച്ച് വശം കെടുത്തണം. കല്യാണം കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടി കണ്ണൻ അവളെ കെട്ടിയതാ. അതല്ലാതെ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം കൊടുക്കാൻ അവന് പറ്റില്ല. ആ ദാമ്പത്യം കൊണ്ട് അവൾക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാവില്ല. അവിടെയാണ് നിന്റെ പ്രസക്തി. അവളുടെ ഹൃദയത്തിൽ നീ ഇടം നേടിക്കഴിഞ്ഞ പിന്നെ പേടിക്കാനൊന്നുമില്ല. ഇടാ, അവള് നിനക്കൊപ്പം വരും. പിന്നലെ ഞാനും വരാം. എന്റെ കരണത്തടിച്ചതിന് എനിക്ക് അവളുടെ ആ കവിളൊന്ന് തലോടണം. നടക്കും സാർ, എല്ലാം നടക്കും. പക്ഷേ ഒരു കാര്യം, എടാ, നീ കരുതുന്ന പോലെ ചില്ലറക്കാരി അല്ല അവള്. പെട്ടെന്നൊരാണിന്റെ സ്നേഹത്തിന് മുമ്പിൽ വീഴുന്നവളുമല്ല. അതൊക്കെ ഞാൻ നോക്കിയോളാം സാറേ. ആ ഉറപ്പുള്ളതുകൊണ്ടാ. സ്ത്രീകളെ വളയ്ക്കാൻ നിനക്ക് പ്രത്യേക ഒരു മിടുക്കുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടാ നിന്നെ തന്നെ ഞാൻ ജോലിക്ക് വെച്ചത്. ഇനിയെല്ലാം നിന്റെ കയ്യില. ശരി സാർ. താനും തന്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല ഫുഡൊന്നും ആയിരിക്കണമെന്നില്ല ഇവിടുത്തെ ക്യാൻറ്റീനിലെ. ഞാനതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. കൊള്ളാം.
മോശമാകില്ലെന്ന് അറിയായിരുന്നു. അത്യാവശ്യം തിരക്കേടില്ലാത്ത കുക്കിനെ വെച്ചിരിക്കുന്നത്. നമ്മൾ വലിയ ബിസിനസ് ഒക്കെ നടത്തി കുറെ സമ്പാദിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആരോഗ്യം നന്നാവണ്ടേ, വയറ് കേടാവാതിരിക്കണ്ടേ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.